സൈബർ വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹാക്കേഴ്സിന്റെ ഇടയിൽ ഫേമസ് ആയിട്ടുള്ള 5 ടൂൾസുകളെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങളൊരു എത്തിക്കൽ ഹാക്കർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ടൂൾസ് നമ്മൾ എത്തിക്കൽ ഹാക്കിങ്ങിൽ ഉടനീളം ഉപയോഗിക്കുന്നതാണ്. നെറ്റ്വർക്ക് പെനിട്രേഷൻ ടെസ്റ്റിങ്ങിനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ടൂൾസുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന എല്ലാ ടൂൾസും kalilinux-നകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന nmap എന്ന് പറയുന്ന ഒരു ടൂളിനെ പറ്റിയാണ്. അപ്പോൾ kalilinux-നകത്ത് ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് nmap അവൈലബിൾ ആണ്. നമുക്ക് അവിടെ നിന്ന് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് nmapൻ്റെ ഹെൽപ്പ് ഫയൽ. നമുക്ക് എങ്ങനെയാണ് nmap യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഈ ഒരു ഹെൽപ്പ് ഫയലിൽ നിന്ന് അവൈലബിൾ ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ nmap ടാക് h ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ nmapൻ്റെ ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. nmap എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവൽ പേജ്, ഡീറ്റെയിൽഡ് മാനുവൽ പേജ് അവൈലബിൾ ആണ്. nmap ഒരു നെറ്റ്വർക്ക് സ്കാനറാണ്. ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഹോസ്റ്റുകളെയും ആ ഹോസ്റ്റിൽ റൺ ആവുന്ന സർവീസസിനെയും ഓപ്പൺ പോർട്സിനെയും കണ്ടുപിടിക്കാനായിട്ടാണ് nmap യൂസ് ചെയ്യുന്നത്. nmap ഈ ഒരു റിസൾട്ടൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പാക്കറ്റ് ഒരു നെറ്റ്വർക്കിനകത്തേക്ക് സെൻഡ് ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് nmap ഷോ ചെയ്യുന്നത്. അപ്പോൾ nmapൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ nmap ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. nmapന് സെൻമാപ്പ് എന്ന് പറയുന്ന ഒരു വെർഷൻ കൂടെ ഉണ്ട്. അത് GUI ആണ്, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. നമുക്ക് ഇതേപോലെ കാണാനായിട്ട് സാധിക്കും, ഓരോന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ടെർമിനലിനകത്ത് തന്നെ കമാൻഡ്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. nmap വിൻഡോസിനും അവൈലബിൾ ആണ്. nmap വളരെ ഫേമസ് ആയിട്ട് ഒരു ടൂളാണ്. nmap ഒത്തിരി മൂവീസിനകത്ത് nmapനെ കാണിച്ചിട്ടുണ്ട്. മെട്രിക്സ് റീലോഡഡ്, ഓഷ്യൻസ് 8, അതുപോലെ തന്നെ സ്നോഡൻ്റെ മൂവിക്കകത്തും ഈ nmapനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കയറി ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ടൂൾ നോക്കാം. അടുത്ത ടൂൾ എന്ന് പറയുന്നത് മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്കാണ്. ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. എത്തിക്കൽ ഹാക്കേഴ്സും അതുപോലെ തന്നെ സൈബർ ക്രിമിനൽസും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇതിനകത്ത് പെനിട്രേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരുപാട് റെഡിമെയ്ഡ് ആയിട്ടുള്ള കോഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിനെ പ്രോബ് ചെയ്ത് നോക്കാനും സെർവേഴ്സിനെ പ്രോബ് ചെയ്ത് നോക്കാനും ഈ ഒരു ടൂൾ തന്നെ ധാരാളമാണ്. ഈ ഒരു മെറ്റസ്പ്ലോയിറ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്ന റൂബി ലാംഗ്വേജിലാണ്. മെറ്റസ്പ്ലോയിറ്റബിളിന് 2 വെർഷൻ അവൈലബിൾ ആണ്. ഓപ്പൺ സോഴ്സും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. ഇത് ഫ്രീ അല്ല, ഫ്രീ ആയിട്ട് ലഭിക്കുന്നതല്ല. മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളതാണ്, ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. വിൻഡോസിനും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത ടൂളിൽ ഏതാണെന്ന് നോക്കാം. അടുത്ത ടൂൾ എന്ന് പറയുന്നത് Aircrack-ng എന്ന് പറയുന്ന ഒരു ടൂളാണ്. വയർലെസ് ഹാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വൈഫൈ ഒക്കെ ഹാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത്. വളരെ പവർഫുൾ ആണ്. ഇത് വെച്ച് നമുക്ക് WPA, WPA2, WEP അങ്ങനെയുള്ള സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് എല്ലാം നമുക്ക് ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. Aircrack-ng നമുക്ക് വിൻഡോസിന് അവൈലബിൾ ആണ്. സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വിൻഡോസിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ടൂള് നമുക്ക് നോക്കാം. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ettercap എന്ന് പറയുന്ന ഒരു ടൂളാണ്. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. kalilinux-നകത്ത് സ്നിഫിംഗ് ആൻഡ് സ്പൂഫിങ്ങിൽ പോയി കഴിഞ്ഞാൽ ettercap നമുക്ക് അവൈലബിൾ ആണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ലോഞ്ച് ചെയ്താൽ മാത്രം മതി. ettercapൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യും. വിൻഡോസ് വെർഷനും അതുപോലെ തന്നെ മാക് വെർഷനും ലിനക്സ് വെർഷനും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ സെർവറിലേക്ക് നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. നിങ്ങൾ ഓൺലൈൻ ബാങ്കിങ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റിക്വസ്റ്റ് ഒരു ഹാക്കറിന് നുഴഞ്ഞു കയറിയതിന് ശേഷം, നിങ്ങളുടെ നെറ്റ്വർക്കിനകത്തേക്ക് നുഴഞ്ഞു കയറിയതിന് ശേഷം ഈ കമ്മ്യൂണിക്കേഷനെ ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ ഡയറക്റ്റ് ഈ വെബ് സെർവറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റൗട്ടറിലേക്കോ പോകേണ്ട കണക്ഷനെ ഈ ഹാക്കറിൻ്റെ മെഷീൻ വഴിയായിരിക്കും കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അപ്പോൾ അതൊരു HTTP സൈറ്റ് ആണെങ്കിൽ വളരെ പ്ലെയിൻ ടെക്സ്റ്റിലായിട്ട് നമുക്ക് ക്രെഡൻഷ്യൽ എല്ലാം, യൂസർ നെയിമും പാസ്വേഡും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ടൂളിനെ പറ്റി നോക്കാം. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ഒരു പാസ്വേഡ് ഹാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ്.
അപ്പോൾ കാലിലിനക്സിനകത്ത് മെനുവിൽ പോയി കഴിഞ്ഞ് പാസ്വേഡ് അറ്റാക്സിൽ പോയി കഴിഞ്ഞാൽ ജോൺ ദ റിപ്പർ എന്ന് പറയുന്ന ഒരു ടൂള് കിട്ടും. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് പാസ്വേഡൊക്കെ നമുക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ജോൺ ദ റിപ്പർ ലിനക്സിന് അവൈലബിൾ ആണ്. അതിൻ്റെ പ്രോ വെർഷൻ അവൈലബിൾ ആണ്. മാക് OSന് അവൈലബിൾ ആണ്. വിൻഡോസിൽ അത് ഹാറ്റ്സ്യൂട്ട് എന്നാണ് പറയുന്നത്. ആൻഡ്രോയിഡിന് അവൈലബിൾ ആണ്. ഹാറ്റ്സ്യൂട്ട് ഡ്രോയിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതിൻ്റെ വെർഷൻസ് ഏതൊക്കെയാണ്, ഇതെങ്ങനെ യൂസ് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങൾ ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ടോപ്പിക്സിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.